കെ മുരളീധരനെ പോലുള്ളവർ തിരുവനന്തപുരം നഗരസഭയുടെ സാന്നിധ്യം ഏറ്റെടുത്തപ്പോൾ തന്നെ അതിൽ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളല്ലാതെ ഇവിടെ വേറൊന്നും നടന്നിട്ടില്ല. അദ്ദേഹം കൊണ്ടുവന്ന കുലശേഖരം പാലം, മരുതൻകുഴി പാലം, കുണ്ടമൺകട പാലം, ഇതൊക്കെ തന്നെ അതിന് ഉത്തമ മാതൃകകളാണ്. കഴിഞ്ഞ 35 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ വട്ടിയൂർക്കാവ് ഭരിക്കുന്നത് LDF ആണ്. അതിനൊരു മാറ്റം കൊണ്ടുവരാൻ UDF അരയും തലയും മുറുക്കി രംഗത്തിറക്കിയത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ S ഉദയകുമാർ എന്ന മനുഷ്യനെയാണ്. നമുക്ക് ചോദിക്കാം ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ? അതായത് ഇപ്പോൾ ഈ വട്ടിയൂർക്കാവ് വാർഡിൽ കോൺഗ്രസിന് നല്ല ശുഭപ്രതീക്ഷയാണ്. 35 വർഷം കൊണ്ട് UDFന് ഒരു കൗൺസിലറെ ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ 30 വർഷവും LDFും 5 വർഷവും BJPയുമാണ് ഈ വാർഡ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനൊരു മാറ്റം വരാൻ വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഒരു സാധാ പ്രവർത്തകനായ എന്നെ ഇതിൽ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങളെ ഭവന സന്ദർശനം തുടങ്ങി 3-4 ഘട്ടങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. ജനങ്ങളിൽ നിന്ന് കേട്ട പ്രതികരണങ്ങൾ എനിക്ക് ഈ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഊർജം നൽകി എന്നുള്ളത് വാസ്തവമാണ്. ഇതിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ 35 വർഷമായി LDF അല്ലെങ്കിൽ 30 വർഷമായി LDFും 5 വർഷം BJPയും ഭരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വോട്ടായി മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ടായി തന്നെ മാറും. ഞാൻ വിജയിക്കുകയും ചെയ്യും. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് പരിഹരിക്കപ്പെട്ടോ? അല്ലെങ്കിൽ വിജയിച്ചു വന്നാൽ എന്തൊക്കെയാണ് വട്ടിയൂർക്കാവിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ മാറി മാറി വന്ന ഭരണകർത്താക്കൾ ഈ വട്ടിയൂർക്കാവ് വാർഡിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് UDF അവകാശപ്പെടുന്നത്. ഇനി ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ മാലിന്യമുക്തമായ വട്ടിയൂർക്കാവ് വാർഡ്, പിന്നെ നഗര ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും. ഈ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ, ജലാശയങ്ങൾ, അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ജനങ്ങളെ അനുമതിയോടുകൂടി നേരായ മാർഗത്തിൽ ഞാൻ നടപ്പിലാക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുക്കുമ്പോൾ കോൺഗ്രസ് അത്ര പിന്നിലല്ല, വോട്ട് ശതമാനം കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു ഘടകമായി വിശ്വസിക്കുന്നുണ്ടോ? അതൊരു ഘടകമായി തന്നെ മാഡം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം ഈ വട്ടിയൂർക്കാവ് വാർഡ് പിടിച്ചെടുത്തിരിക്കും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലായിരുന്നു. അതിലെ മേയർ സ്ഥാനാർത്ഥിയായി എടുത്തുയർത്തിക്കാട്ടിയ പേര്, അല്ലെങ്കിൽ ശ്രദ്ധ മുഴുവൻ ആകർഷിച്ച പേര് ശബരിയുടേതായിരുന്നു. അപ്പൊ ശബരിയുടെ സ്ഥാനാർത്ഥിത്വം വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മറ്റു വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്നു കരുതുന്നുണ്ടോ? ഗുണം ചെയ്യും, തീർച്ചയായും ഗുണം ചെയ്യും. അദ്ദേഹത്തെ പോലുള്ള ഒരു മനുഷ്യനെ നമ്മളെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറാക്കി അത് പാർട്ടിക്ക് ഉയർത്തി കാട്ടാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ആ വരവ് തന്നെ പ്രവർത്തകർക്ക് ഊർജം പകർന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയൊരു വിമതശല്യമൊന്നുമില്ലാതെ ഒരു ഐക്യകണ്ഠേനയുള്ള സ്ഥാനാർത്ഥി പട്ടിക കെ മുരളീധരന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? കെ മുരളീധരനെ പോലുള്ളവർ തിരുവനന്തപുരം നഗരസഭയുടെ സാന്നിധ്യം ഏറ്റെടുത്തപ്പോൾ തന്നെ അതിൽ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. അദ്ദേഹം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളല്ലാതെ ഇവിടെ വേറൊന്നും നടന്നിട്ടില്ല. അദ്ദേഹം കൊണ്ടുവന്ന കുലശേഖരം പാലം, മരുതൻകുഴി പാലം, കുണ്ടമൺകട പാലം, ഇതൊക്കെ തന്നെ അതിന് ഉത്തമ മാതൃകകളാണ്. അല്ലാതെ ഇപ്പം ഇരിക്കുന്ന ഭരണകൂടങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഈ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ മാഡം നോക്കി നോക്കണം, ഈ വ്യാപാര സമുച്ചയങ്ങൾ ഇടിച്ചിട്ടതല്ലാതെ വേറെ ഒന്നും അവിടെ കെട്ടിപ്പൊക്കിയിട്ടില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് ഇതെല്ലാം ഞങ്ങൾക്ക് വോട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കത്തി നിൽക്കുന്ന സമയമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ വട്ടിയൂർക്കാവിലെ ആ ഒരു സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും ഉണ്ടാവും. ഇപ്പൊ തന്നെ ശബരിമല വിഷയമൊക്കെ മേഡം കണ്ടല്ലോ. അപ്പം ആ ശബരിമല വിഷയത്തിൽ തന്നെ ഇതെല്ലാം ഞങ്ങൾക്ക് വോട്ടായി മാറും. ഈ രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ജനസംസാരം. നമ്മൾ ഓരോ വീട്ടിൽ ഭവന സന്ദർശനത്തിന് വേണ്ടി പോയപ്പോഴും ഇതെല്ലാമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ ചരിത്രം തിരുത്തി എഴുതാൻ കഴിയട്ടെ. 35 വർഷത്തിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കട്ടെ.